ഹലോ ഗൈസ്, ഹനാൻ ഷാൻ്റെ മ്യൂസിക് പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ആ തിരക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ മറ്റേ വിജയുടെ പരിപാടിക്ക് ഒരു കൂട്ടം ആളുകൾ വരികയും തിക്കും തിരക്കും അങ്ങനെ അപകടങ്ങളും ഒക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ഒരു ഏകദേശം അതേപോലെയുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഇത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ അവിടെ പറ്റാത്തൊരവസ്ഥ വന്നത് അല്ലേ. ഇതിനു മുമ്പ് നമ്മളങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ, ഹനാൻ്റെ പ്രോഗ്രാം കാണാൻ, ഹനാനെ കാണാൻ, ഹനാൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇത്രയും ആളുകൾ വന്നു. അപകടം എന്നത് മാത്രമല്ലാണ്ട് വേറൊരു രീതിയിലേക്ക് ആ ഒരു വിഷയത്തെ ആളുകൾ എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളത് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ വന്ന് വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതായത് ഹനാൻ മ്യൂസിക്കിനെ കൊല്ലുകയാണ്, ഹനാനെ പോലെ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം മ്യൂസിക്കിനെ കൊല്ലുകയാണ്, ആർട്ടിനെ അവർ കൊല്ലുകയാണ്. 2K പിള്ളേർക്ക് ആർട്ട് എന്താണെന്ന് അറിയില്ല, മ്യൂസിക് എന്താണെന്ന് അറിയില്ല, വെറുതെ കൂവി വിളിക്കുക, തുണിയുരിയുക, ഈ സാധനങ്ങളൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത് ഇപ്പോൾ. ഇതെങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? ഹനാനെ പോലുള്ള ആളുകളെ ബാൻ ചെയ്യണം, ഹനാനെ പോലുള്ള ഗൗരി ലക്ഷ്മിനെ പോലുള്ള ആളുകൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ആര്യദയ അല്ലേ, വേടനെതിരെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ആളുകളെ ഒന്ന് അവരുടെ പ്രോഗ്രാമുകളൊക്കെ നിരോധിക്കണം, ഈ കൂവി വിളിക്കൽ ഇതല്ല സംഗതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ ഒരു സംഗതി ഇഷ്ടമാണ് വിചാരിക്കാം, അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തന്നെ വിചാരിക്കാം. എന്ന് കരുതി അത് ഏറ്റവും മികച്ചതായിരിക്കണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റൂല ഗൈസ്. പിന്നെ ആർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, എനിക്ക് കഥകളി ഭയങ്കര ഇഷ്ടമാണ് വിചാരിക്കുക. ഞാൻ കഥകളി ശ്രേഷ്ഠമായ കലാരൂപമായിട്ട് ആണ്, പക്ഷെ എന്ന് കരുതിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ കലാരൂപം കഥകളിയാണെന്ന് എനിക്ക് വായിച്ചു പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഓട്ടം തുള്ളലും നങ്ങ്യാർകൂത്തും കോൽക്കളി, അരവനമുട്ട്, അതേപോലെ തിരുവാതിര, മാർഗം കളി, ഇതൊക്കെ എന്താ സംഭവം? അപ്പോൾ സംഗതി ഇത്രയുള്ള കേസ്. നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിനെത്രത്തോളം അതിൻ്റെ ആ ഒരു ആർട്ടിൻ്റെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, എത്ര കാലം പണിയെടുത്താലാണ്, വർക്ക് ചെയ്താലാണ്, ആരുടെ, അതായത് നമ്മൾ ശിക്ഷണം എന്നൊക്കെ പറയും. ഇപ്പോൾ പാട്ടൊക്കെ ആണെങ്കിൽ കുറേ പഠിച്ചിട്ടൊക്കെ വേണമല്ലോ, സരിഗമ സംഭവമൊക്കെ പഠിച്ചിട്ടൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇത് ഏറ്റവും ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ ഇതാണ് ശ്രേഷ്ഠമാണ്, ഇത് മോശമാണ് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല കേസ്. ഇപ്പോൾ സിനിമയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുക, പല രീതിയിൽ സിനിമ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ഇത് ക്ലാസിക് മൂവിയാണെന്നൊക്കെ പറയും. ശരിയാണ്, ക്ലാസിക് ജാനറിൽ വരുന്ന ഒരു മൂവി ആയിരിക്കാം അത് എന്ന് കരുതിയിട്ട് നമുക്കിഷ്ടമല്ലാത്ത, നമ്മൾ മോശം എന്ന് വിചാരിക്കുന്ന ഒരു മൂവി എന്താ പറയുക, പിന്നീട് ക്ലാസിക് ആവൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആളുകളുടെ ഈ പെർസെപ്ഷൻസൊക്കെ മാറിക്കൊണ്ടിരിക്കേണ്ട കേസ് ഉണ്ട്. സൊസൈറ്റി, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്നുള്ള ഒരു അന്തരീക്ഷമല്ല ഈ സമൂഹത്തിലും ആളുകളുടെ ചിന്തകളിലും നാളെ ഉണ്ടായിരിക്കുക. നാളെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. ഹനാൻ ഷായെ ഇഷ്ടപ്പെട്ട് ആളുകൾ, അത് 2K പിള്ളേരാണ് ആരും ആയിക്കോട്ടെ, വരുന്നുണ്ട് എന്നതുകൊണ്ട് 2K പിള്ളേർ മൊത്തം മോശമാവുകയോ ഹനാൻ ഷാൻ്റെ പാട്ട് മോശമായതുകൊണ്ട് 2K പിള്ളേരുടെ ഒരു എന്താ പറയുക, മ്യൂസിക്കിനെ എൻജോയ് ചെയ്യാനുള്ള ഒരു ടേസ്റ്റ് വളരെ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല കേസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ആർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും പേഴ്സണലായ ഒന്നും കൂടിയാണ്. ഇപ്പോൾ ഒരു സിനിമ കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ് വിചാരിച്ചാൽ അത് എനിക്ക് ഇഷ്ടമാവണമെന്നില്ല. അത് നമ്മുടെ പേഴ്സണലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ പോകുന്നുണ്ടായിരിക്കും ഇല്ലേ. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും, ഇന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ, ഈ ബുക്ക് വായിച്ചിട്ടില്ല, അയ്യോ മോശമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ആ ബുക്ക് കുറച്ച് വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസമായിരിക്കാം, ഞാനങ്ങനെ ഒഴിവാക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒരാളങ്ങനെ ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ബുക്ക് എനിക്ക് സെറ്റായി തോന്നിയില്ല, എനിക്ക് വലിയ രസമായി തോന്നിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും ഗൈസ്. അല്ലാണ്ട് നമ്മളിപ്പോൾ അവർ അനക്കത് ഇഷ്ടമായില്ല, അയ്യേ ഇതെന്തെങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ബുക്ക് വായിക്കണത് ഒരു പേഴ്സണലായ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാണ്ട് അതിൽ ലിറ്റററി വാല്യൂ നോക്കിയിട്ടൊന്നും ആയിരിക്കണം എന്നൊന്നുമില്ല കേസ്, അതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ഒരു ആർട്ടിനെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നൊരു സംഗതി ഇതാണ് കേസേ. എന്താ ഞാൻ പറഞ്ഞത്, വീട്ടുകാർ അരി വാങ്ങണം എന്ന് പറയുന്നത് കേസ്. ഞാനെന്താ പറഞ്ഞത്, എൻ്റെ പോയിന്റ് എന്തായിരുന്നു, അപ്പോൾ ആളുകൾ കലയെ സമീപിക്കുന്നത് ശ്രേഷ്ഠമായതോ അല്ലേ നോക്കിയിട്ട് നല്ല കേസ്. അവർക്ക് ഒന്നാമത് അവർക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
സംഗതിയാണ്, ഒരു ആർട്ടാണ് അത് തോന്നിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹനാൻ്റെ ഇപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത് ഹനാനെ പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, ഹനാനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം. വേടൻ്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടും വേടനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ വരുന്ന പരിപാടിയില്ല, ഇന്ന് ഞാനും പോയി കളയാം അങ്ങനെ വിചാരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇത് മ്യൂസിക്കാണ്, ഇത് ഉദാത്തമായൊരു സംഗതിയാണ്, അങ്ങനെ വിചാരിച്ച് ആവണവരായിരിക്കണം എന്നില്ല കേസ്. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ നമ്മുടെ സ്പോർട്സിൻ്റെ കാര്യം എടുക്കുക, ക്രിക്കറ്റ്, ഫുട്ബോൾ, വടംവലി, ഷട്ടിൽ, ചെസ്സ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇതിലിപ്പോൾ ഏതാ ഏറ്റവും അടിപൊളി എന്ന് എങ്ങനെ പറയാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു സമയത്ത് ഇന്ന കലാരൂപം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ വീണ്ടും പ്രചാരത്തിൽ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള കലാരൂപം വീണ്ടും വന്നിട്ടുണ്ടായിരിക്കാം, അല്ലേ? ഇപ്പോൾ ഓട്ടം തുള്ളൽ, കഥകളിയുടെ കാര്യം എടുക്കുക. അപ്പോൾ കഥകളിയൊക്കെ ശ്രേഷ്ഠമായ കലാരൂപമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴും എത്ര ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, എത്ര ആളുകൾക്ക് ഇത് പേഴ്സണലി കണക്റ്റ് ആവുന്നുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കും. നേരിടുകൊണ്ട് കഥകളി മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയല്ല സംഭവം, അതല്ല. ഇപ്പോൾ പൂരപ്പറമ്പിലെ ശിങ്കാരിമേളം എടുക്കുക, ശിങ്കാരിമേളം, തകില്, അതേപോലെ തന്നെ പഞ്ചവാദ്യമൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൽ ശിങ്കാരിമേളം ഇപ്പോൾ കുറച്ചായിട്ട് ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതിനു മുമ്പ് തകിലിൻ്റെ ഒരു ഇതായിരുന്നു, തകിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു ആളുകൾക്ക്. ഇപ്പോൾ തകിലൊന്നും അങ്ങനെ കാണലേ ഇല്ല. ഒരു 20 വേലകൾ പൂരത്തിന് വരുന്നുണ്ടെങ്കിൽ അതിലെ മുമ്പ് ഒരു 10ലധികം സംഗതികൾ ഈ പറഞ്ഞ മാതിരി തകിലും അതേപോലെ തന്നെ ചെണ്ടമേളവും ഒക്കെ ആയിരുന്നു. അന്ന് ഈ ശിങ്കാരിമേളമൊന്നും വലിയ പ്രചാരത്തിലൊന്നുമല്ലായിരുന്നു. ഇപ്പോൾ ശിങ്കാരിമേളത്തിന് ഭയങ്കര ഇപ്പോൾ ശിങ്കാരിമേളം ആളുകൾക്ക് വെറുത്തു തുടങ്ങി. തകിലൊക്കെ ഇപ്പോൾ ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥയായി. പക്ഷേ ഇപ്പോൾ ശിങ്കാരിമേളം ആളുകൾക്ക് വെറുത്തു തുടങ്ങി. അപ്പോൾ ഇതാണ് സംഭവം, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹനാൻ്റെ പാട്ടുകളെ, ഹനാനെ സോഷ്യൽ മീഡിയയിലെ ഇതിൽ ഒരു ഇടപെടലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ ഹനാൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഹനാനെ പേഴ്സണലി ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ടാവും. ഹനാൻ അങ്ങനെ ഹെയ്റ്റുള്ള ആളല്ല. അപ്പോൾ ആ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ വേടൻ്റെ കാര്യം എന്താ വെച്ചാൽ, വേടൻ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, വേടൻ്റെ ഒരു പൊളിറ്റിക്സ് പറയുന്നത് കൊണ്ട് വേടൻ്റെ പാട്ട് കേൾക്കാനും വേടൻ്റെ ഒരു ബോഡി മൂവ്മെൻറ്റ്സും ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് അവർ വരുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് വേടൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാവണമെന്നില്ല കേസ്. ഓക്കെ, അപ്പോൾ ഹനാൻ്റെ കാര്യത്തിൽ അങ്ങനെയാവാം. അതേപോലെ ഇപ്പം ആര്യദയാലിൻ്റെ പാട്ട് ഒരുപാട് പേര് എന്തൊക്കെ ഇവള് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലരും. പക്ഷെ ഒരു കാര്യം ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റീനെയാണ് നമ്മുടെ ഇപ്പോൾ മ്യൂസിക്കിലൂടെ ആയിക്കോട്ടെ, ചിത്രരചനയിലായിക്കോട്ടെ, ഇതിലൂടെയൊക്കെ ആളുകൾ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫ്രീഡം, അതിനുള്ള അവകാശം ആളുകൾക്കുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം, അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ആളുകൾ കുറച്ച് പേര് ഇഷ്ടപ്പെടുകയും കുറച്ച് പേര് ഇഷ്ടപ്പെടാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വിസിബിലിറ്റി കൂടി കിട്ടുന്നത്, അല്ലേ? ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, അവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. അതൊരു സോഷ്യൽ മീഡിയയുടെ ഒരു പവറും കൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ വേറൊരു കാര്യം പറയാം. ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള ആൾ മുംബൈ, അല്ലേ? പിന്നെ ആരാ വന്നത്? മറ്റാളുടെ പേരെന്താണ്? താടി ഇങ്ങനെ ഷട്ടാ പേര് അല്ലേ, എനിക്ക് പേരുകൾ അങ്ങനെ കിട്ടൂല, അതാണ് പ്രശ്നം. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരമേരിക്കണേ, ഇത്തിരി എന്തോ ഈ പാട്ട് പാടിയതാരാ? മൂപ്പര്. അപ്പോൾ മൂപ്പരുടെ പാട്ടുകൾ ഇതൊക്കെ ഒരു സമയത്ത് ആൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ, വിസിബിലിറ്റിയുടെ കാര്യത്തിൽ നോക്കുക, ഇപ്പോൾ അവരൊക്കെ കുറച്ച് ഒതുങ്ങിയ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കേസ്. നേരത്തെ അവർ മോശം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ സംഗതി എന്ന് വെച്ചാൽ, അപ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രത്യേകിച്ച് 2K കിഡ്സിനെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേടനെയും ആര്യദയാലിനെയും ഗൗരീനെയും ഹനാനെയും ഒക്കെ ആയിരിക്കാം. ഹനാനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഹനാൻ്റെ പാട്ട് ഹനാന് പറ്റണ പോലെ ഹനാൻ പാടുന്നുണ്ട്, അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. പിന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നല്ലത് ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നുന്ന സംഗതി ആയിരിക്കില്ല ഒരുപക്ഷെ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കുക, ആളുകളുടെ ഒരു ടേസ്റ്റ് മാറുന്നുണ്ടായിരിക്കാം. അപ്പോൾ കൂടുതൽ ക്രൗഡിനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അവരെന്താ വെച്ചാൽ കോപ്രായങ്ങളൊക്കെ കാണിക്കേണ്ടി വരും കൂടുതൽ. അതുപോലെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ പുള്ള് ചെയ്യണമല്ലോ, വിസിബിലിറ്റി. ഇപ്പോൾ വേടനെ അല്ലെങ്കിൽ ഹനാനൊക്കെ ഒരു പ്രോഗ്രാമിന് ആൾക്കാർ വിളിക്കണം, നല്ല പാട്ട് പാടിക്കൊണ്ട് മാത്രം അങ്ങനെ ആവണമെന്നില്ല കേസ്, അതായിരിക്കണം എന്നില്ല മാനദണ്ഡം. കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ അവർക്ക് സ്റ്റേജ് കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലേ? അതല്ലേ സോഷ്യൽ മീഡിയ സംഭവം. ഒരാളെ ഉദ്ഘാടനത്തിന് വിളിക്കണം എന്തിനാ? അയാൾ പുണ്യാത്മാവാണ് എന്നുള്ളതുകൊണ്ടാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്, അങ്ങനെ ആവണം നിർബന്ധമില്ല. അങ്ങനെ
നല്ലൊരു മനുഷ്യരായതുകൊണ്ട് വ്യക്തി ആയതുകൊണ്ടാണോ വിളിക്കണ്ടായിരിക്കുക ഒരു എന്തിനേലും ഉദ്ഘാടനത്തിൽ ആളുകളെ കൂട്ടാനാവും പൈസ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊതുവെ ആളുകളെ കൂട്ടാൻ അങ്ങനെയാണ് മാർക്കറ്റ് കൂടാനത്. ഇപ്പോൾ ഞാൻ കേട്ടെ രേണുസുധീനെ ആളുകൾ ഓരോ പ്രോഗ്രാമിന് വിളിക്കണത്. ഇപ്പോൾ രേണുസുധി മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അതെന്തുകൊണ്ടാണ്? രേണുസുധിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. അലിൻ ജോസ് പെരേരനെ ഇൻ്റർവ്യൂ എന്തെങ്കിലും പരിപാടികൾക്ക് വിളിക്കണം എന്തിനാ? അലിൻ ജോസ് പെരേരയ്ക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. ആറാട്ടണ്ണൻ എന്തുകൊണ്ടാണ് ഓരോ വിവാദങ്ങളിൽ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരണത്? അതായത് മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടി, വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ ആറാട്ടണ്ണൻ, AJP, ഹനാൻഷ എല്ലാം ഒരേ ലെവലിലുള്ള ആൾക്കാരല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു വരുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് മാത്രം. അപ്പോൾ ഇവിടെ ഹനാൻഷാൻ്റെ പ്രോഗ്രാമിന് ഇത്രയും ആളുകൾ വന്നുകൊണ്ട് അതിന് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തവരുടെ പ്രശ്നമാണത്. അവരത് അതിന് രീതിയിൽ കണ്ടക്ട് ചെയ്യണത്. എത്ര ആളുകളെയാണ് അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ കൂട്ടി ധാരണ വേണമായിരുന്നു. അതിനനുസരിച്ച് ടിക്കറ്റ്സ് കുറയ്ക്കണമായിരുന്നു. അല്ലെങ്കിൽ അത്ര ആളുകളെ അവിടെ കാണികളായിട്ട് പങ്കെടുപ്പിക്കാൻ പാടുള്ളായിരുന്നു. അത് അവർക്കത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അവിടെ അത്രയും ആളുകൾ അവിടെ കാണാൻ വന്നു, ഹനാൻഷായെ സപ്പോർട്ട് ചെയ്യാൻ വന്നു, ഹനാൻഷാൻ്റെ പാട്ട് കേൾക്കാൻ വന്നു, ഹനാൻഷാൻ്റെ പാട്ടിൽ എന്താണ് ഉള്ളത്, അതുകൊണ്ട് ഹനാൻഷാനെതിരെ ഒരു ഹേറ്റ്രഡ്, ഇങ്ങനെ ഒരു രീതിയിൽ ആറ്റിറ്റ്യൂഡ് പോകുന്ന ആളുകൾ. ഇത് എനിക്ക് പറയുള്ളതെന്ന് വെച്ചാൽ ഹനാൻഷാൻ നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ്. അയാൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ കഴിവുണ്ട്, അയാൾ പാട്ട് പാടുന്നു. അയാൾ ആ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാളെ നിങ്ങൾക്ക് വെറുപ്പാണോ, അയാളെ കഴിവുകളെ നിങ്ങൾക്ക് വെറുപ്പാണോ, ഇഷ്ടമല്ലേ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഗൈസ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. എനിക്കിഷ്ടമാണ് കേട്ടോ, ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. ബാക്കിയുള്ളവരത് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ആ ബിരിയാണീനെ എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ ബിരിയാണി വെപ്പുകാരനോട് ചൂടായതുകൊണ്ടോ വെറുപ്പ് തോന്നിയതുകൊണ്ടോ ആ ബിരിയാണി കഴിക്കുന്ന ആളുകളോട് വെറുപ്പ് തോന്നിയതുകൊണ്ടോ കാര്യമില്ല. അത് നമ്മുടെ വെറും ഫ്രസ്ട്രേഷൻ മാത്രമായിട്ട് മാറും കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പല നിറങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ എനിക്ക് ഇന്ന കളറാണ് ഫേവറേറ്റ്, എല്ലാവരും ആ കളറിനെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ആ കളർ ശ്രേഷ്ഠമായ രീതിയിൽ എടുക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ കളറുകൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹനാൻഷാനും യേശുദാസിനും അതേപോലെ തന്നെ റാപ്പർ വേടനും ഗൗരിക്കും ആര്യദയാലിനും പിന്നെ ആരായിക്കോട്ടെ എല്ലാവർക്കും ഗസൽ പാടുന്ന ആരെങ്കിലും ഉമ്പായിയോ അങ്ങനെ എല്ലാ ആളുകൾക്കും ഇവിടെ MS ബാബുരാജിനോ എല്ലാ ആളുകൾക്കും ഇവിടെ അവരുടേതായ ഫാൻസ് ഉണ്ട്. അവരെ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടായിരിക്കാം. അത്രയുള്ള കേസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക.